കേരളത്തിൽ അടുത്ത കാലങ്ങളിലായിട്ട് ഏറ്റവും അധികം സംഭാഷണ വിഷയമാകുന്ന ഒരു വിഷയമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. കേരളം ഏതാണ്ട് കടം കയറി മുടിഞ്ഞു പോയ ഒരു സംസ്ഥാനമാണെന്നുള്ള ഒരു ഇംപ്രഷൻ ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. അപ്പം അതിന് പല ഡയമെൻഷനും ആ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഈ ചർച്ചകളിൽ പല ഡയമെൻഷനുമുണ്ട്. ഒരു പ്രധാന ഡയമെൻഷൻ എപ്പോഴും ഉള്ളത്, പ്രത്യേകിച്ച് 1980-കൾക്ക് ശേഷമുള്ളത്, കേരള സംസ്ഥാന സർക്കാരിൻ്റെ വരവും ചെലവും തമ്മിലുള്ള ഒരു അനുപാതമില്ലായ്മയാണ്. വരവ് കുറവും ചെലവ് കൂടുതലും എന്ന് പറയുന്ന ഒരു ഒരു വീക്ക്നെസ്സാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് പറയുന്നത്. അതേസമയം ഇപ്പോൾ KP കണ്ണനെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് സമ്പന്നരായ ജനങ്ങളും പാപ്പരായ സർക്കാരും എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പോലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. കേരളത്തിൻ്റെ ഭരണപക്ഷമായിരുന്ന അന്നത്തെ LDFും LDFിൻ്റെ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ LDF ക്ലെയിം ചെയ്ത് എല്ലാം തന്നെയും വസ്തുതാവിരുദ്ധമാണെന്നുള്ള നിലയിലുള്ള ഒരു ക്യാമ്പയിനായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF നയിച്ചിരുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശനായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവർ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്താനായിട്ട് അവരൊരു ധവളപത്രം തയ്യാറാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ആ ധവളപത്രം പുറത്തു വന്ന ദിവസമാണ്. അപ്പോൾ ഈ ധവളപത്രത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാനും എൻ്റെ കൂടെ KJ ജേക്കബുമാണുള്ളത് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ധവളപത്രത്തിൽ ജേക്കബ് 4 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു ഫിസ്ക്കൽ സ്പേസ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനപരമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ഇതിന് 3-4 വിഷയങ്ങൾ ഇതിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റാത്ത ചിലവുകൾ. രണ്ടാമതായിട്ട് പറയുന്നത് കടബാധ്യത ഇങ്ങനെ കൂടുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഓഫ് ബജറ്റിൻ്റെ പുറത്തുനിന്നുള്ള കടം എടുപ്പ്. നാലാമതായിട്ട് പറയുന്ന ഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വേണം കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താൻ എന്ന് പറയുന്ന അതാണ് അവർ തുടങ്ങുന്ന അപ്രോച്ച്. ആ അപ്രോച്ചിൽ നമുക്ക് വിരോധമൊന്നുമില്ല. അവർ അവകാശപ്പെടുന്നത് തന്നെ, അല്ലെങ്കിൽ ആ ധവളപത്രം തയ്യാറാക്കിയവർ അവകാശപ്പെടുന്നത് തന്നെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ളൊരു കണക്ക് കയ്യിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ട്. അതിനൊന്നും ആർക്കും യോജിപ്പില്ല. പക്ഷേ ഈ കണക്കുകളിൽ നമ്മൾ ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന കോലാഹലങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ധവളപത്രം വന്നതിന് ശേഷമുള്ള ഇത് തമ്മിലുള്ള ഒരു പൊരുത്തമില്ലായ്മയാണ്. ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ സത്യത്തിൽ ഈ ധവളപത്രം ഒരു നല്ല എക്സസൈസായിട്ട് എനിക്കും തോന്നി. ഒരു സർക്കാർ മാറിക്കഴിയുമ്പം, പ്രത്യേകിച്ച് മുന്നണി മാറിക്കഴിയുമ്പം എവിടെയാണ് സംസ്ഥാനത്തിന് ധനസ്ഥിതി നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനി അങ്ങോട്ട് നമുക്ക് തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് ഇപ്പം നമുക്കറിയാം എന്താണ് സംസ്ഥാനത്തിൻ്റെ കടം എത്രയുണ്ട്, മറ്റ് ലയബിലിറ്റീസ് എത്രയുണ്ട്, നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. ഈ ധാരണ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സേതു ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനൊരു കണക്കുകളല്ല നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീ സതീശൻ തന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബഡ്ജറ്റിന് ശേഷം ഉണ്ടായത് പ്രസംഗങ്ങളിലും പറഞ്ഞ 2 കണക്കുകൾ. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷത്തിലധികം കോടി രൂപയാണ് എന്ന് അദ്ദേഹം പല യോഗങ്ങളിൽ പറഞ്ഞു. ഇപ്പം ഞാനൊരു യാത്ര ചെയ്തപ്പോൾ കണ്ടപ്പം ഒരു UDF നേതാവ് 7 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. പിന്നെ സതീശൻ 6 ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം കൊണ്ട് കൂട്ടി. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ മനുഷ്യർ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കണക്കാക്കുന്നത് എന്താണ്, എനിക്ക് 1 ലക്ഷം രൂപ കടമുണ്ട്, ഞാൻ അത് വിടാൻ വേണ്ടി ഇത്ര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പോഴീ 6 ലക്ഷം 7 ലക്ഷം കോടി രൂപയുടെ അവർ മനസ്സിലാക്കാത്തത് ഒരു കണക്കുകൂടിയായിരുന്നു. ഇത് നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന ഒരു കണക്കാണ്. പക്ഷെ നമ്മളിത് സാധാരണ മനുഷ്യർ ഈ കണക്ക് കേൾക്കുമ്പോൾ അവർ പേടിച്ചു പോകും. നമ്മളിതിൻ്റെ കണക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ കണക്കെടുത്താൽ, ഇപ്പോൾ ഞാനിതിൻ്റെ ഒരു റിസർവ് ബാങ്കിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഞാനിതിൻ്റെ കണക്കെടുത്തിട്ടുണ്ട്. നമ്മളിതൊരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2001 സംസ്ഥാന സർക്കാരിൻ്റെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി എന്നുള്ളത് 23,000 കോടി രൂപ, 24,000 കോടി രൂപ എന്ന് കൂട്ടിക്കോ.
26-ൽ 5 വർഷം കൊണ്ട് കെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെത് ആ 24 എന്നുള്ളത് 45 കോടി രൂപയായി, 45,000 കോടി രൂപയായി, ഏകദേശം ഇരട്ടി. ആ 45,000 എന്നുള്ളത് വി.എസ്. അച്യുതാനന്ദ സർക്കാർ വന്നു കഴിയുമ്പോൾ 2006, 2011 ആ സർക്കാർ പുറത്തു പോകുമ്പോൾ 83,000 കോടി രൂപയാണ്. പകുതിക്ക് കുറച്ച് തൊട്ട് താഴെ, അതായത് 45 എന്നുള്ളത് 90 ആണ്ടെങ്കിൽ ഒരു 83. ആ 83 എന്നുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് വരുമ്പോൾ അത് 1.62 അതും ശരിക്കും ഇരട്ടിക്ക് തൊട്ട് താഴെ. 1.83 1.66 ആകേണ്ടതിന് പകരം പിന്നെ 1.62, ഏകദേശം ഇരട്ടി. നമ്മുടെ കോവിഡും പിന്നെ പ്രളയങ്ങളും ഉണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 1.62 3.10 ആ 3.10 സാധാരണഗതിയിൽ കഴിഞ്ഞ 20-25 വർഷമായിട്ടുള്ള പാറ്റേൺ അനുസരിച്ചാണ് എങ്കിൽ അതിപ്പോൾ 6.20 ആകണം മിനിമം, 6 ആകണം മിനിമം. അതാണ് ഇപ്പോൾ ഈ ധവളപത്രത്തിൽ 5.07 എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ധവളപത്രം വന്നതിന് ശേഷം മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഈ കണക്ക് ഇതിന് മാർച്ചിലെ കണക്കാണ്. ഇപ്പോൾ അതായത് ഏപ്രിലിലെ കണക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അത് 4.85 ലക്ഷം കോടി, 5 ലക്ഷം കോടിക്ക് താഴെ വരൂ എന്നുള്ളതാണ്. അപ്പം ശ്രീ സതീശൻ നാട്ടുകാരോട് പറഞ്ഞ് 6 ലക്ഷം കോടിയില്ല, സത്യത്തിൽ ഈ ധവളപത്രത്തിൽ ആ കണക്ക് കൃത്യമായിട്ട് പറയാം. പക്ഷെ നമ്മളത് ഫേസ് വാല്യൂ നമ്മൾ എടുക്കുന്നു. എന്ന് വെച്ചാൽ ഈ സംസ്ഥാനം കടത്തിൽ മുങ്ങി നിൽക്കാൻ വയ്യാത്ത ഒരു സംസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ കോൺഗ്രസും UDF-ഉം അതിൻ്റെ നേതാക്കളും അങ്ങനെയല്ല എന്നുള്ള, അവർ പറഞ്ഞ കണക്കല്ലിത് എന്ന് അത് തിരുത്തി പറഞ്ഞു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരിത് പറഞ്ഞാണ് വോട്ട് വാങ്ങിയത് എന്നുള്ളത് അവരുടെ വോട്ടിന് ലെജിറ്റിമസിയെ പോലും ബാധിക്കുന്ന നല്ല കാര്യം അവരാലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒന്നിലധികം തവണ ശ്രീ സതീശൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ അധ്യാപകർക്കും പെൻഷനേഴ്സിനുമായിട്ടുള്ള അരിയർ 1 ലക്ഷം കോടിക്കധികം മുകളിലുണ്ട് എന്ന്. കോൺട്രാക്ടേഴ്സിനും മറ്റു പലർക്കും എല്ലാം ചേർന്നിട്ട് പിന്നെ പെൻഷനേഴ്സിനും അവർക്ക് മാത്രം അരിയർ എന്ന നിലയ്ക്കാണ് 1 ലക്ഷം കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പം അതും കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ടതും ബാക്കി കൊടുക്കേണ്ട എല്ലാ ടോട്ടൽ പേയ്മെൻറ്റും കൂടെ കൂട്ടിയിട്ടാണ് 48,000 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇക്കണോമിക് എന്നൊരു വാക്കുണ്ട്, ടു ബി ഇക്കണോമിക് വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യമാണ്. നമ്മൾ സത്യം പറയുന്ന കാര്യത്തിൽ കുറവ് വരുത്താൻ പാടില്ല. ആ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഫോൾസ് ഓഫ്ലി ഷോർട്ട് ഓഫ് റിക്വയർമെൻറ്റ്. അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം നമ്മുടെ നാട്ടുകാരോട് ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 2 കണക്കുകൾ തെറ്റാണ് എന്ന് അദ്ദേഹം തന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അത് എത്രത്തോളം ഓണസ്റ്റ് ആണെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കും. അത് അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാൻഡേറ്റ് അതിൻ്റെ കൂടി ബലത്തിലാണ് UDF അധികാരത്തിൽ വരാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത് ഇങ്ങനെയാണ് മനുഷ്യരോട് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കേണ്ടതുണ്ട്. വേറെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞാണ്. അദ്ദേഹം മനുഷ്യരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു ബിംബമായിരുന്നു ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നുള്ളത്. അതങ്ങനെ അല്ല എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. 5,000-ലധികം കോടി രൂപ ഈ സർക്കാർ മിച്ചമുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അധികാരമേൽക്കുന്ന മെയ് 16 ആകുമ്പോഴത്തേക്കും അത് 2,000 കോടിയായിട്ട് കുറഞ്ഞു. നാച്ചുറലി, കാരണം ആ മാസത്തെ പെൻഷനും പിന്നെ ശമ്പളവും കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും പണം വരും. ഇപ്പോഴും അദ്ദേഹത്തിന് ഈ ആശാ വർക്കേഴ്സിന് കൊടുക്കാനുള്ള പണവും മറ്റു പണങ്ങൾ കൊടുക്കാനുള്ള പണം ഈ ഖജനാവിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കേരളത്തിൽ അപ്പോൾ ഇദ്ദേഹം സേതു ഇപ്പോൾ പറഞ്ഞ 4 കാരണം, അതായത് ധവളപത്രത്തിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ഈ 4 കാരണങ്ങളും പുതുതായിട്ടുണ്ടായതല്ല. ഈ 2 പ്രാവശ്യത്തെ LDF സർക്കാർ ഉണ്ടാക്കിയതും അല്ല. ഇത് സത്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് പല പ്രാവശ്യവും ബേസ് ആൻഡ് മീൻസ് റിസർവ് ബാങ്കിൽ നിന്ന് എടുത്തു. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ട്രഷറി നിയന്ത്രണവും ഇല്ലാതെ ഇത് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് കൂടിയാണ് ഈ ധവളപത്രത്തിൽ നമ്മൾ കാണുന്നത്. കാരണം അതിനാണ് നമ്മൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. പൈസ ധാരാളമുള്ള ഒരു സർക്കാരിന് അത് വരുന്നത് വീതം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനാണെങ്കിൽ ഒരു മന്ത്രിയുടെ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അത് ഓരോ പൈസയും വരുന്നതും പോകുന്നതും കണക്കാക്കി മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ട്രഷറി മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ട്രഷറി മാനേജറുടെ ഒരു ട്രഷറി മാനേജ്മെൻറ്റ് മാത്രമല്ല, അതിനകത്ത് പൊളിറ്റിക്സ് കൂടി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഒരു ധനകാര്യമന്ത്രിയുടെ പണി അതാണ്.
അത് നല്ല ഭംഗിയായിട്ട് ബാലഗോപാൽ ചെയ്തു എന്നാണ് സത്യത്തിൽ ശ്രീ സതീശൻ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ധവളപത്രത്തിൻ്റെ ചുരുക്കം ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 4 കാര്യങ്ങൾ, സേതു പറഞ്ഞ 4 കാര്യങ്ങൾ പുതിയതല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ 4ാമത്തെ ഒരു കാര്യം, ഇന്നിപ്പോൾ പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പം ഈ ഫിനാൻസ് ഇത്രയധികം പ്രശ്നത്തിലാണ് നിങ്ങൾ പറയുമ്പോൾ എന്താണ് ഇത് നിറയ്ക്കാനുള്ള പണി? ഇത് നമ്മൾ ഓർക്കുന്നില്ല. അദ്ദേഹം ഈ പുതുയുഗ യാത്രയിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്, ഇത് നിറയ്ക്കാനുള്ള പണി, പദ്ധതികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ തിരുവനന്തപുരത്ത് എത്തുന്നതിനുള്ളിൽ ഞങ്ങളത് ചിലത് പ്രഖ്യാപിക്കും, ചിലത് വിസ്മയമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. എവിടെയാണ് പദ്ധതികൾ? ഇന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് പഠിക്കാൻ ഈ കമ്മിറ്റിയെ വെക്കും എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചിട്ടല്ലേ വർത്തമാനം പറഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന എന്തുമാത്രം ആർഗ്യുമെൻറ്റുകളാണ് അദ്ദേഹം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായിരുന്ന് അന്നത്തെ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞ്, സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട്, എനിക്ക് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കടത്തെക്കുറിച്ച് പറഞ്ഞത്, ഖജനാവിനെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം നേതൃത്വം കൊടുക്കാൻ പോകുന്ന സർക്കാരിനെക്കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് എഴുതി അച്ചടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കൊടുക്കുകയാണ് ഇന്നിപ്പോൾ ഈ ധവളപത്രം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് ചില പോളിസിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില റെഫറൻസ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ ധവളപത്രം എന്നുള്ളത് പറയുന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻ്റ് അല്ല, അതൊരു നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമല്ല, അതൊരു ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ ഭാഗമല്ല, അതൊരു ബഡ്ജറ്റല്ല. അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊരു പോളിസി ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെടുത്ത് അതിൻ്റെ സ്റ്റാർക്ക് നമ്പേഴ്സ് മാത്രം അതിൻ്റെ അകത്ത് നിന്ന് എടുത്താൽ നമ്മൾ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് UDF സർക്കാരും പ്രത്യേകിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും നാട്ടുകാരോട് പറഞ്ഞ കണക്കുകൾ ശരിയല്ല എന്ന്, അത് ഇറ്റ്സ് മോർ ഓർ ലെസ് ഇറ്റ് ഗോസ് വിത്ത് ദ അക്കൗണ്ട് ഓഫ് ദ LDF എന്ന് പറയാനുള്ള ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ഇതിൽ വേറൊരു പ്രധാന കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളം പെർസിസ്റ്റൻ്റായി നേരിടുന്ന ഒരു വിഷയമാണ് കേരളത്തിൻ്റെ സ്വന്തം നിലയിൽ റവന്യൂ റേസ് ചെയ്യാനുള്ള അതിൻ്റെ പരിമിതികൾ. പിന്നെ അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും കൊണ്ടുവന്ന പുതിയ തരം തീരുമാനങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഡോക്യുമെൻറ്റ്സിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് പരസ്പരം കോറിലേറ്റഡ് ആണെന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ട്രഷറി മാനേജ്മെൻറ്റ് ഇതിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 200 ദിവസവും മറ്റും റിസർവ് ബാങ്കിൻ്റെ വേസ് ഓഫ് മീൻസ് ഇതിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഡോക്യുമെൻറ്റേഷനാണ് എന്ന് പറയുന്നത്. സംശയമില്ല, അതിനൊന്നും സംശയമില്ല. കാരണം മറ്റൊരാളുടെ അടുത്തുനിന്ന് പോയിട്ട് കടം മേടിച്ചിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ, കാരണം അത് കടം മേടിച്ചു എന്നുള്ളതല്ല, അത് കൂടുതൽ പീനൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. പക്ഷേ ഈ പീനൽ ഇൻട്രസ്റ്റ് കൊടുത്തത് ചെയ്യുന്ന ഈ സമയത്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് കിഫ്ബി എന്ന് പറയുന്ന കേരള സർക്കാർ കൊണ്ടുവന്ന ആ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംഭവം, അത് പെട്ടെന്ന് കേന്ദ്ര സർക്കാർ അത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൻ്റെ അല്ലെങ്കിൽ ബോറോയിങ്ങിൻ്റെ പാർട്ടായി മാറ്റുന്നു. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബോറോയിങ്ങിൻ്റെ പരിധിയിൽ വരരുതെന്ന് പറഞ്ഞ് ഡിവൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള KSSPL എന്ന് പറയുന്ന പെൻഷൻ ഇതിൻ്റെ സംഭവം. അപ്പോൾ ഈ ബാധ്യതകളെല്ലാം തന്നെ ശരിക്ക് ഈ 2021 വന്ന സർക്കാരിനാണ് അത് അത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നത്. ആ ഒരു നിലയിലുള്ള സ്ട്രക്ചറൽ വീക്ക്നെസ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഈവൻ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും GST അടക്കമുള്ള നയങ്ങൾ, ധനകാര്യ കമ്മീഷൻ്റെ നയങ്ങൾ, അതെല്ലാം കേരളത്തിനെ ഏത് നിലയിൽ അഡ്വേഴ്സായി ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് വെള്ളം കയറാത്ത അറകളാണോ എന്ന് പറയുന്ന ഒരു സംശയം കൂടെ, അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് അവർ ഇതിനകത്ത് പുലർത്തിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് ശ്രീതു, അതിനകത്ത് നമ്മൾ ഇതിനകത്ത് പൊളിറ്റിക്സ് കാണേണ്ടത്. കാരണം 2016 തുടങ്ങി 2021 വരെയുള്ള സർക്കാർ അതിന് തിരിച്ച് രണ്ടാമതൊരു മാൻഡേറ്റ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് വിപണിയിൽ പണം ഇറക്കി എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായാലും പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ സമയത്തായാലും പിന്നെ പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്ന വലിയ കാരണം നമ്മുടെ ടാക്സ് റവന്യൂ വല്ലാതെ കുറഞ്ഞ ഒരു 2 വർഷങ്ങളായിരുന്നു. അപ്പം ഡോക്ടർ ഐസക്കിൻ്റെ സമയത്ത് അദ്ദേഹം ഉറപ്പുവരുത്തിയ കാര്യം, എന്തെല്ലാം കളി കളിച്ചിട്ടാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. ഇപ്പോൾ ഈ കിഫ്ബി ആയാലും ശരി, KSSPL ആയാലും ശരി, എന്തെല്ലാം ഈ നിയമത്തിൽ അനുവദിച്ചിരിക്കുന്ന എല്ലാ കളികളും കളിച്ച് അദ്ദേഹം പണം ഉറപ്പുവരുത്തിയിരുന്നു.
ഇതാണ് ഒരു രണ്ടാമതൊരു LDF സർക്കാർ പറയാൻ കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ആ ടാപ്പുകൾ ഓരോന്നോരോന്നായിട്ട് അടച്ചുകൊണ്ടിരുന്നത്. അതാണ് ശ്രീ ബാലഗോപാൽ പറഞ്ഞത്. നേരത്തെ 30,000 കോടി രൂപ ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അവസാനത്തെ വർഷമായപ്പോഴത്തേക്ക് 7,000 കോടി രൂപയായിട്ട് അത് ഭീകരമായിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത്. അതിപ്പം ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോഴാണ് സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യ വകുപ്പിന് നോട്ട് വരുന്നത്, ഇന്ന കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കടമെടുപ്പിലുള്ള പരിധി ഇത്രയാക്കി കുറച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നോട്ട് വരും. നമുക്ക് പറഞ്ഞു അങ്ങനെ ഒരു നിവൃത്തിയില്ലാതായപ്പോഴാണ് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അതെ, ഈ അതിൻ്റെ അകത്ത് അപ്പോൾ ആ ഡോക്ടർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്ന പല അഡ്വാൻറ്റേജുകളും ഇല്ലാത്ത ഒരു സർക്കാരായിരുന്നു ഇത്. അപ്പം നേരത്തെ എടുത്ത് കിഫ്ബി എടുത്തതും KSSPയിൽ എടുത്തതും പണമൊക്കെ ഇതിൻ്റെ അകത്തോട്ട് പോകുന്നത്. കാരണം അത് വരില്ല എന്നുള്ള അസംഷനിലാണ്. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടം എടുക്കാൻ സമ്മതിക്കണം, അവരുടെ കടം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിൽ വരില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത്. നാളെ കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നാലോ ഇപ്പോൾ ട്രഷറിയിലുള്ള പണം ട്രഷറിയിൽ അത് ഡോക്ടർ ഐസക്കിൻ്റെ ഒരു പരിപാടിയായിരുന്നു. കാരണം ട്രഷറിയിൽ നമ്മൾ പണം സൂക്ഷിക്കുക, അതൊരു ട്രഷറി ഒരു ബാങ്കാക്കി മാറ്റുക. അപ്പോൾ ശമ്പളം കിട്ടുക, അദ്ദേഹത്തിൻ്റെ കണക്കെന്ന് ശമ്പളം കിട്ടുന്നതനുസരിച്ച് ഒരു 20% എപ്പോഴും ആളുകൾ അവിടെ വെച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് സർക്കാരിൻ്റെ ഒരു അസറ്റാണ്. അതുകൂടി സർക്കാരിൻ്റെ കണക്കിലേക്ക് മാറ്റി കടമെടുപ്പിൻ്റെ ഭാഗമായിട്ട് അല്ല ബാധ്യതയുടെ ഭാഗമായിട്ട് മാറ്റി. അപ്പം ഇപ്പോൾ പഞ്ചായത്തുകളെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ നമ്മുടെ പഞ്ചായത്തുകൾ നമ്മൾ പലതരം പെർമിറ്റ് ഫീസുകൾ കൂട്ടി. ഇപ്പോൾ ഞാൻ അന്ന് അതുമായി ബന്ധപ്പെട്ട് ശ്രീ രാജേഷിനോടും ശ്രീ ബാലഗോപാലിനോടും ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരന്ന് പറഞ്ഞിരുന്ന പഞ്ചായത്തുകൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തൊരു നടപടിയാണ് എന്നുള്ളതാണ്. അതവർക്ക് അത് വളരെ പൊളിറ്റിക്കലി കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പം ശ്രീ സതീശൻ പറയുന്നത് പഞ്ചായത്തുകളെയും കോർപ്പറേഷനുകളെയും അവരെ പണം എടുക്കാൻ ഈ പണം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ലയബിലിറ്റിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് പാഠങ്ങൾ പഠിക്കുകയല്ല. അദ്ദേഹം സേതു പറഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് പണം കുറഞ്ഞെങ്കിൽ അത് ഒരുമിച്ച് നിന്ന് വാങ്ങിയെടുക്കാനുള്ള ഒരു ശ്രമം അല്ല അദ്ദേഹം നടത്തുന്നത്. പകരം അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ശ്രീ ബാലഗോപാൽ അക്കൗണ്ട് ചെയ്തു. അത് 20,000 കോടി രൂപയോളം, അത് 14,000 കോടി രൂപ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻറ്റും 6,000 കോടി വേറെ ഏതോ ഒരു ഹെഡ് ഞാൻ ജസ്റ്റ് മറന്നുപോയി. വേറെ ഇപ്പോൾ 20,000 കോടി രൂപയോളം നമുക്ക് വരേണ്ടതുണ്ട്. അത് അക്കൗണ്ട് ചെയ്തത് ശരിയായില്ല. ശരിക്കും പറഞ്ഞാൽ ആ പൈസ ഇപ്പം ഈ ഫിനാൻസ് കമ്മീഷൻ 16th ഫിനാൻസ് കമ്മീഷൻ അത് അനുവദിച്ചിട്ടില്ല, ഇപ്പോൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ പണം കിട്ടില്ല, അപ്പോൾ അത് മൊത്തം കുറയും എന്ന് പറയും. ശ്രീ ബാലഗോപാലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് കിട്ടിയില്ലെങ്കിൽ അതിനുള്ള കുഷൻ അദ്ദേഹം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരുമായിരിക്കും. പക്ഷേ ശ്രീ സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത് ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളുടെയും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാനങ്ങൾക്ക് ടാക്സ് നികുതി വരുമാനം ഏർപ്പെടുത്താനുള്ള അവന്യൂസ് വളരെ കുറവാണ്. ആൾമോസ്റ്റ് ഇല്ല, 2 ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പം സംസ്ഥാനങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചേ പറ്റൂ. അപ്പോൾ സെൻട്രൽ ഗ്രാൻറ്റിലാണ് കുറവെന്ന്. സാധാരണ കിടക്കുന്ന മറ്റ് ഗ്രാൻറ്റുകൾ, സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകൾ. അപ്പം ഈ പണം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞേ പറ്റൂ. പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.28 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ബഡ്ജറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ 2.4 നമുക്ക് കിട്ടിയുള്ളൂ. ഇത് നമ്മളുടെ അവകാശമാണ്. അപ്പോൾ 2.4 കാര്യത്തിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ ഫൈനൽ അവാർഡാണ്. പക്ഷേ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ അത് വേണ്ടെന്ന് വെക്കാനാണോ ശ്രീ സതീശൻ്റെ തീരുമാനം? ഈ 14,000 കോടി രൂപ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതല്ലല്ലോ ശരി. ഇതിൻ്റെ കണക്ക് പറഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് ഈ പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. അങ്ങനെ വന്നെങ്കിൽ മാത്രം, ഇപ്പോൾ സേതു പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ ഇതിങ്ങനെ കടമാണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന ന്യായമായ അവകാശങ്ങൾ കുറവ് വന്നതുകൊണ്ട് കൂടിയാണ്. അദ്ദേഹത്തിന് വേണ്ടി പൊളിറ്റിക്കലായിട്ട് പറയാം സംസ്ഥാന സർക്കാരിന്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ സംസ്ഥാന സർക്കാർ ധൂർത്ത് നടത്തി എന്ന് പറഞ്ഞതിൻ്റെ കണക്ക് വല്ലതും വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളതൊന്നും കാര്യമായിട്ട് കണ്ടില്ല. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് കഷ്ടിച്ച് ശരിക്കും പറഞ്ഞാൽ ബാലഗോപാലിന് ഒരു A+ എഴുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വലിയ തോതിൽ നമ്മൾ ഈ കേട്ടിരുന്ന ധൂർത്തും കടക്കണിയും അതല്ല നമ്മൾ കേട്ടത്. നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പണത്തിൻ്റെ കുറവ് വന്നതുകൊണ്ട് കൂടി അദ്ദേഹം അത് 2ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് ഒരുമിച്ച് വായിക്കാനുള്ള ബോധം
നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. അവരൊരു ഒരുമിച്ച് വായിച്ച് കാണുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ കണക്കുകളെക്കുറിച്ചൊന്നും ബോധ്യമില്ലാതെയാണ് പഠിച്ചിട്ട് പറയുന്ന ആൾ എന്നുള്ള ഒരു പേര് സ്വയം ഉണ്ടാക്കിയെടുത്ത VD സതീശൻ അന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കണക്കുകളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ആണെന്നുള്ളതാണ്. ശ്രീ ബാലഗോപാൽ സംസാരിക്കുമ്പം പിന്നെ അദ്ദേഹം നുണ എന്ന് പറഞ്ഞില്ലെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ശ്രീ സതീശൻ നാട്ടുകാരോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എന്നുള്ള കാര്യം ഇപ്പം നമ്മളെ സംബന്ധിച്ചു പ്രകടനം. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ധവളപത്രം നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ പുതിയ സർക്കാർ വരുന്നതിൻ്റെയും ഇതായിട്ട് കേരളത്തിൻ്റെ ഒരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. കേരളത്തിൻ്റെ മാത്രമല്ല, ആ കേസിൽ കർണാടകയുണ്ട്, എനിക്ക് തോന്നുന്നു തമിഴ്നാടും ഉണ്ട്. തമിഴ്നാടിൻ്റെയും ആ ഇതിൻ്റെ അകത്ത് പഴയ സർക്കാരിൻ്റെ ആ കാലത്ത് കേസാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ അത് ഒരു ലാർജർ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്ന കേസാണ്. സംസ്ഥാനങ്ങളുടെ ധനപരമായിട്ടുള്ള സംഭവങ്ങൾ ഏത് നിലയിൽ വരണമെന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു കാര്യത്തിനകത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ അവകാശങ്ങളോട് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഒരു പോളിസി എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് നിർഭാഗ്യവശാൽ ഈ ധവളപത്രത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ധവളപത്രത്തിലെ ചില പരാമർശങ്ങൾ ഒരു പക്ഷേ കേരളത്തിന് വിരുദ്ധമായിട്ട് പോകാൻ പോലും കാരണം ഇടയാവാനും സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ എന്തോ തകരാറ് കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ അഡ്വക്കേറ്റിന് വേണമെങ്കിൽ വാദിക്കാം ഈ കാര്യം. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ കാര്യം വളരെ സിമ്പിളാണ്. അതായത് അത് തെറ്റായിട്ടാണ് കേരളത്തിലെ ധനകാര്യമന്ത്രി പ്രതീക്ഷിച്ചത് എന്ന് പറയുമ്പം കേരളത്തിന് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻഡിന് അവകാശമില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഡെറ്റിൻ്റെ കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് സംസ്ഥാന സർക്കാരുകളൊരു സോവറിൻ സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം നമ്മുടെ ഡെറ്റ് എത്ര വേണമെന്നുള്ളത്. കേന്ദ്ര സർക്കാരിന് അതിൽ നിയമിക്കുന്ന വേറൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു കൊളുത്ത്. കാരണം മൊത്തത്തിൽ ഇത് എല്ലാ സ്റ്റേറ്റും തോന്നിയ പോലെ കടം മേടിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ അതൊരു പരസ്പരം ചെക്ക് ആൻഡ് ബാലൻസിൽ കൂടിയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇത് ഒരു പരിധി കവിഞ്ഞപ്പോഴാണ് സംസ്ഥാന സർക്കാർ കേസുമായിട്ട് പോയത്. ഇപ്പോൾ ശ്രീ സതീശൻ്റെ ആർഗ്യുമെൻ്റ് പ്രകാരം ഇതെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങളാണ്. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി രൂപ നമുക്ക് കിട്ടേണ്ടതില്ല, ഇത് ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രി തെറ്റായിട്ട് ഇതിനകത്ത് വെച്ചതാണെന്നുള്ള ഈ വാദം എടുത്ത് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി വെച്ചാൽ ഇതാ കേരളത്തിൻ്റെ തന്നെ വാദം ഇതാണ്, ഇത് കിട്ടേണ്ടതല്ല എന്നാണ് അവർ പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് ഈ പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതില്ല, ഇതാണ് ഇവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ആ കേസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദേ വർ ഡൂയിങ് സംതിങ് ഫിഷി. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഇത് കൊണ്ടുവന്നത് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. വെൻ ഇറ്റ് കംസ് ടു നമ്പേഴ്സ്, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാട്ടുകാരോട് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെയല്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താം, പക്ഷേ സർക്കാർ ഇതിപ്പോൾ ഈ രേഖ സർക്കാരിൻ്റെ രേഖയാണ്. അതെ, ഇത് പ്രതിപക്ഷത്തിൻ്റെ രേഖയല്ല, ഇത് സർക്കാരിൻ്റെ രേഖ ആണ് എന്ന സ്ഥിതിക്ക് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കാനുള്ള എന്താ പറയേണ്ട, സത്യത്തോട് കൂടുതൽ പ്രതിബദ്ധത കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരുണ്ടായിരുന്നു. നമ്മൾ അതല്ല കാണുന്നത്. ഇതിൽ പിന്നെ വേറെ ഒരു വലിയ വിവാദമായിട്ട് എപ്പോഴും കേരളത്തിൽ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു കിഫ്ബി. അപ്പോൾ കിഫ്ബി ഒരു എന്താ പറയുന്ന പാരലൽ ഫിസിക്കൽ എൻ്റർപ്രൈസ് ആയിട്ട് മാറി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള അവരുടെ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കിഫ്ബി രൂപീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കിഫ്ബിയുടെ ഒരു റീസൺ ഉദ്ദേശിച്ചത് സർക്കാരിൻ്റെ ബോറോയിങ്ങിൻ്റെ പരിധിക്ക് പുറത്തുള്ള ഒരു ബോറോയിങ് സിസ്റ്റം എന്നുള്ള മാർക്കറ്റിൽ നിന്ന് പൈസ ഇത് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്നുള്ള നിലയിലാണ് വന്നത്. പക്ഷേ ഇത് ഇപ്പം സർക്കാരിൻ്റെ ബോറോയിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് മാറ്റിയതോടുകൂടിയിട്ട് കിഫ്ബിയുടെ കിഫ്ബി എന്താണോ ഉദ്ദേശിച്ചത് ആ ഒറിജിനൽ പർപ്പസ് മാറി. ഏതാണ്ട് സമാനമായ സ്ഥിതിയാണ് KSSPLനും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെയും ഇവർ പരിഷ്കരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം പരിഷ്കരിക്കാനായിട്ട് ഏതായാലും ധവളപത്രം തയ്യാറാക്കിയവർ പറഞ്ഞത് അതിന് പുതിയൊരു കമ്മിറ്റി വേണമെന്നാണ്, അതിന് ഏത് നിലയിൽ പരിഷ്കരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പം കിഫ്ബിയുടെ ഒരു മോഡൽ വളരെ സിമ്പിളാണ്. കിഫ്ബിക്ക് അത് നമ്മുടെ പെട്രോളിയത്തിന് സ്റ്റേറ്റ് ഈടാക്കുന്ന പെട്രോളിയം സെസ്സിൻ്റെയും നമ്മുടെ കേരളത്തിൽ വിൽക്കുന്ന ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാഹനങ്ങളുടെയും കിട്ടുന്ന വരുമാനത്തിൽ നിന്നുള്ള ഒരു പോർഷൻ ഈ കിഫ്ബിയുടെ ഒരു എസ്ക്രോ അക്കൗണ്ടിലേക്ക് പോകുന്നു. ആ അക്കൗണ്ട് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാരണ്ടിയിലാണ് കിഫ്ബി. എസ്ക്രോ അക്കൗണ്ട് അല്ല, എനിക്ക് തോന്നുന്നു ട്രഷറിയിലേക്ക് പോയിട്ട് അവിടുന്ന് അത്
അത് കിഫ്ബിക്ക് കൊടുക്കുകയാണ്, സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. അതിപ്പോൾ സംസ്ഥാനത്തിൻ്റെ റവന്യൂ ചോർച്ചയുടെ ഒരു സാധനമായിട്ട് തന്നെ മാറുന്നു എന്നുള്ളൊരു നിലയിലേക്ക് അവർ റീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പകരം എന്താണ് ഇവർ വെക്കാൻ പോകുന്നത്? നാളെ കിഫ്ബി അതേസമയം ഇവർ നിലനിർത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏത് നിലയിൽ തന്നെ നിലനിർത്തും? അതിലെല്ലാം ഒരുപാട് വ്യക്തത കുറവുണ്ട്. അതിലെനിക്ക് തോന്നുന്നൊരു ഓണസ്റ്റ് അപ്രോച്ചുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാനലിൻ്റെ ഹെഡ് ഡോക്ടർ ചന്ദ്രശേഖർ എന്ന് പറയുന്നത്, അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കീഴിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെച്ചം, അതിൻ്റെ ഒരു ഓണസ്റ്റി അതിൻ്റെ അകത്ത് കാണാനുണ്ട്. ഈ കിഫ്ബിയെക്കുറിച്ച് അവർ പറയുന്നത് ദാറ്റ് വാസ് എ ബോൾഡ് എക്സ്പെരിമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് അതിൻ്റെ ശരി. അതൊരു ബോൾഡ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് ഇറ്റ് സെർവ്ഡ് ഇറ്റ്സ് ലിമിറ്റഡ് പർപ്പസ്. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. അതായത് ഈ പണം പല രീതിയിൽ കൂടി ഡോക്ടർ ഐസക്ക് പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കി ഈ പണം വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ആ ഓരോ ടാപ്പും സീൽ ചെയ്യുക എന്നുള്ളതാണ് BJP സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കിഫ്ബി പഴയ രൂപത്തിൽ തുടരുന്നതിന് യാതൊരു ലോജിക്കും ഇല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നൊരു കാര്യം, കിഫ്ബി നേരത്തെ ഇപ്പോഴതിനെക്കുറിച്ച് പറയുന്നതിൽ നൂറുകണക്കിന് ആളുകളുണ്ടാകും. നേരത്തെ എനിക്കൊരു 4-5 വർഷം മുതൽ അതിനകത്ത് 25 പേരുടെ മറ്റൊരു ചെറിയൊരു ഓർഗനൈസേഷൻ ആയിരുന്നു അത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അവർക്ക് പ്രോജക്റ്റ് മോണിറ്ററിങ് എന്നുള്ളത് കിഫ്ബിയുടെ ഭയങ്കര ഒരു സ്ട്രോങ് പോയിൻ്റാണ്. അവർക്ക് നമ്മൾ സാധാരണ PWD ചെയ്യുന്നതിനേക്കാളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെഗസി ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട, അപ്പം കിഫ്ബിയെ ഒരു പഴയ ഉദ്ദേശം ഇനി നടക്കില്ല. അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ LDF സർക്കാരിന് അത് മനസ്സിലായിട്ടുണ്ടാവേണ്ടതാണ്. ഏത് സർക്കാർ വന്നാലും കാരണം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, ബഡ്ജറ്റിൻ്റെ പുറത്ത് ബോറോ ചെയ്യുക, കടം വാങ്ങി പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ള ഓപ്ഷൻ ഇനി തൊട്ടില്ല. അപ്പം ഒരു പുതിയ ഒരു ഓർഗനൈസേഷനെ അങ്ങനെ അതേപടി വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാണ്. അതിനുള്ളൊരു ശ്രമം സർക്കാർ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആർക്കും പരിഭവം ഉണ്ടാവേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് വളരെ ഓണസ്റ്റായിട്ടാണ് പറഞ്ഞത്. അതൊരു ബോൾഡ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതല്ലാതെ കിഫ്ബി എല്ലാം കൂടി മെസ്സാക്കി എന്നല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ്. ഇറ്റ് ഹാസ് ഔട്ട്ലിവ്ഡ് ഇറ്റ്സ് പർപ്പസ്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച്. പക്ഷേ അപ്പോഴും ഒരു കാര്യമുള്ളത്, കിഫ്ബി വാസ് ഇൻസ്ട്രുമെൻ്റൽ. അത് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കിഫ്ബി. അതിന് റീപ്ലേസ്മെൻറ്റ് കണ്ടെത്തിക്കൊണ്ടല്ലാതെ അതിന് ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി പിരിച്ചുവിടുക എന്നുള്ളത് ശരിയായ ഒരു കാര്യമായിരിക്കണമെന്നില്ല. അതും സർക്കാരിന് മാൻഡേറ്റ് ഉണ്ട്, അവർക്ക് തീരുമാനിക്കാം. കിഫ്ബി ഒരു നിയമത്തിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവരാം, അതിനെ റീഷേപ്പ് ചെയ്യാം, അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം, അതിനെ കുറച്ചുകൂടെ ഇപ്പം ഞാനത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ PWDയുടെ അവരുടെ ഒരു ഹയറാർക്കി, അതിൻ്റെ ഒരു ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തുടങ്ങി മൾട്ടിപ്പിൾ ചീഫ് എഞ്ചിനീയർ വരെ, പിന്നെ അതിൻ്റെ സെക്ഷൻ സൂപ്രണ്ട്, ഈ വലിയൊരു ബ്യൂറോക്രസി അതിനുണ്ട്. ഇവർ കുറച്ചുകൂടെ ലീനിയർ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ സർക്കാരിന് ആലോചിക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, ടെക്നോളജി ഉപയോഗിച്ച് പ്രോജക്റ്റുകൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ പഴയ സിനിമകൾ കാണുന്ന പോലെ ചീഫ് എഞ്ചിനീയർ സംസ്ഥാനത്ത് തലസ്ഥാനം എഴുതേണ്ട ആവശ്യമില്ല, എല്ലാം ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഇത് ഈ തരത്തിലുള്ള നമ്മുടെ ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഉള്ള വളരെ ഇതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേരള എക്കോണമി അല്ലെങ്കിൽ സർക്കാരിൻ്റെ എക്കോണമി ഫേസ് ചെയ്യുന്ന സ്ട്രക്ചറൽ കോൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന വിഷയമാണ്. അതൊന്നും പുതിയതല്ല. അത് 10 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള സാധനങ്ങളല്ല. അത് ഞാൻ പറഞ്ഞ 80കൾ മുതൽ വരുന്ന ഒരു സാധനമാണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അത് നേരിടുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാര്യം വരുമ്പോഴത്തേക്കാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ റിയലായിട്ടുള്ള ഇഷ്യൂസ്, അപ്പോൾ സ്വന്തം റവന്യൂ റിസോഴ്സസ് എത്രയധികം കൂട്ടാം, മറ്റ് തരത്തിലുള്ള ഇൻകം സംസ്ഥാനത്തിന് ഏതെല്ലാം നിലയിൽ കൂട്ടാം, വേറെ ഏതൊക്കെ നിലയിൽ ഇവർ പറഞ്ഞ ധൂർത്ത് എന്ന് പറയുന്ന സാധനത്തിന് ഏത് നിലയിൽ ഇതിയാക്കാം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴല്ലേ ശരിക്കുള്ള കേരളത്തിൻ്റെ റിയലായിട്ടുള്ള ഇഷ്യൂസ്. ബാക്കിയുള്ള എല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഇപ്പം കിഫ്ബിയുടെ കാര്യം പറഞ്ഞ പോലെ അതെല്ലാം തന്നെ വളരെ ഈസിലി മാനേജബിൾ ആയിട്ടുള്ള ഇഷ്യൂസാണ്. ഈ ഒരു ഇഷ്യൂസ് എങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം എങ്ങനെയാണ് കൂട്ടുന്നത്? അപ്പം നമുക്ക് GSTയുടെ ഒരു സാധനം, അപ്പോൾ GST വരുമാനം ഇവർ അതിലൊരു വാചകം പറഞ്ഞാൽ GST വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും നമ്മളത് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ കുറവ് വരുന്നത്? ഈ കേരളത്തിൽ ഏതാണ്ട് 132 136 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്.
അതിൽ 3-4 ഒഴികെയുള്ള ബാക്കിയെല്ലാം തന്നെ നഷ്ടത്തിലാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു അക്യുമുലേറ്റഡ് ലോസ് തന്നെ ഏതാണ്ട് 70,000 കോടി രൂപയോ അത്രയാണ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ എങ്ങനെ ഇത് ചെയ്യും സതീഷ് അല്ലെങ്കിൽ കോൺഗ്രസ്, UDFന്? കാരണം ഇതെല്ലാം തന്നെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വിറ്റഴിക്കാനോ അടച്ചുപൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം അല്ലെങ്കിൽ അത് അപ്ഫ്രണ്ടായിട്ടൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നുള്ള നിലയിൽ അവർ പറയേണ്ടതാണ്. ഇത് ആവശ്യമില്ല, ഇതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പം പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന കേരളത്തിൽ എന്താണ് ഓയിൽ പാം കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞൂടാ. അതിനൊരു ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. കൃഷി വകുപ്പ് ഏറ്റവും കൂടുതൽ വകുപ്പ് നിലയ്ക്ക് ആർക്കും താല്പര്യമില്ല, പക്ഷേ മന്ത്രിയാകാൻ താല്പര്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൃഷി വകുപ്പിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിനകത്തുള്ള ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പോളിസി ഡയറക്ഷനിലേക്ക് പോകുന്ന ചില സൂചനകൾ ഈ ഡോക്യുമെൻറ്റിനകത്തുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻ്റ്, ഇതിന് നിയമത്തിന് പിൻബലമൊന്നുമില്ല. ഇതൊരു ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പം സതി നേരത്തെ പറഞ്ഞ ഒരു കാര്യം, GSTയിൽ ഇപ്പോഴും ഹോൾസ് ഉണ്ട്, നികുതി പിരിവിൽ വലിയ ഹോൾസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ ഡോക്ടർ ഐസക്കിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു അതിൻ്റെ സിസ്റ്റംസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഫുൾ പ്രൂഫ് ആയിട്ടില്ല. എന്തിന് ഇലക്ട്രോണിക് സിസ്റ്റം പോലും ഇപ്പോഴും ഇതുവരെ ഫുൾ പ്രൂഫ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ലോസ് ഉണ്ട് എന്ന് ഡോക്ടർ ഐസക് ഒരിക്കൽ എന്നോട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതിനെക്കുറിച്ചും ശ്രീ സതീശൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 25,000 കോടി രൂപയുടെ എന്തോ ടാക്സ്, IGST ഇതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള ഇതില്ല. അത് പക്ഷേ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് GST കൗൺസിലിലും ഇത് ഉറപ്പിച്ച് പറയാം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത്ര റവന്യൂ കിട്ടേണ്ടതാണ്. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹത്തിന് അതായത് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് സർവൈലൻസ് ഒക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് സംസ്ഥാനത്തേക്ക് വരുന്ന സാധനങ്ങളെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ പണം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇത് നമുക്കായിട്ട് പ്രത്യേകിച്ച് നമുക്ക് പിടിച്ചു വാങ്ങാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് ഇൻസിസ്റ്റ് ചെയ്ത് ഇപ്പോഴേ ആ പണി തുടങ്ങിയാൽ ഇത് പിന്നെ GSTയുടെ വരുമാനത്തെ കൂട്ടാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പ്രപ്പോസൽ ഞാൻ കണ്ടത് ഇറ്റ് മേക്സ് എമിനൻറ്റ് സെൻസ് എന്ന് എനിക്ക് തോന്നി. അത് നേരത്തെ തന്നെ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ സമയത്ത് ആരൊക്കെ പറഞ്ഞു നടന്നതാണ്. സപ്ലൈകോയും ബെവ്കോയും തമ്മിൽ യോജിപ്പിച്ചാൽ സപ്ലൈകോയ്ക്ക് കൊടുക്കുന്ന ഇൻകം ടാക്സ് അപ്പം ചെറിയ പൈസയാണെങ്കിലും അത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് ഇൻകം ടാക്സ് വഴി കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതിനേക്കാൾ കേന്ദ്ര സർക്കാർ നമുക്ക് വലിയ പ്രത്യേക ഉപകാരമൊന്നും ചെയ്യേണ്ടാത്തത് കൊണ്ട് നമുക്ക് ആ പൈസ ചെറിയ പൈസയാണെങ്കിൽ അങ്ങനെ ചെറിയ പൈസ കൂട്ടി തന്നെയാണ് ഓരോ ധനകാര്യമന്ത്രിയും അവസാനത്തെ പൈസയും കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇതിൽ വേണ്ടത് സസ്റ്റൈൻഡ് ആയിട്ടുള്ളൊരു എഫർട്ട് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇതിൻ്റെ അകത്തും ചില പ്രൈവറ്റൈസേഷൻ്റെ ചില സിഗ്നലുകൾ കാണുന്നുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം കരിമണൽ ഖനനം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യതയുള്ളതുപോലെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ വലിയ തോതിൽ വിദേശ സ്വകാര്യ മൂലധനം വരുന്നതിനെക്കുറിച്ച് പറയാം. ഇതൊക്കെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇപ്പം കരിമണൽ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് പിന്നെ സംസ്ഥാന സർക്കാരോ പ്രൈവറ്റ് സെക്ടറോ പിന്നെ അതല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കൂടിയ സെഗ്മെൻറ്റ്, ഇപ്പം സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ഒരു വീതം കിട്ടത്തക്ക വിധത്തിൽ അതിന് റവന്യൂ കിട്ടത്തക്ക വിധത്തിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലോകത്തിൽ ഇപ്പം നമ്മുടെ കരിമണൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മിനറൽസ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ പിന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന KMML കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, മറ്റ് കരിമണൽ കർത്തായുടെ കമ്പനി കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, CRML കുറച്ച് CMRL കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതൊഴികെ മറ്റൊരു പ്രോസസ്സിങ് നടക്കുന്നില്ല. IRE ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് മിക്കവാറും എനിക്കൊന്ന് വേറെ എവിടെയും കൊണ്ട് പ്രോസസ്സ് ചെയ്യണം. അതിൻ്റെ എനിക്ക് തോന്നുന്നു അവർ എക്സ്പോർട്ട് ചെയ്യുന്നതും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ആ കരിമണൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വലിയ മുതൽ മുടക്ക് വേണ്ടി വരും. അതിന് പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഐഡിയോളജി പറഞ്ഞിട്ട് അതിനെ എതിർത്ത് നിൽക്കുക അല്ല വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനത് നേരത്തെ തന്നെ ആലോചിച്ചു. ഞാൻ ഈ സ്ഥലം കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മനുഷ്യർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ആപ്രിഹെൻഷൻസ് ഉണ്ട്. ഇത് ഒരു മൈൻഡ്ലെസ് മൈനിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ സ്ഥലങ്ങളാണ്, ചിലപ്പോൾ കടലിങ്ങോട്ട് കയറിപ്പോകും. അപ്പോൾ അവരുടെ ആപ്രിഹെൻഷൻസ് മാറ്റണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ലാൻഡ് അവിടെ നിന്ന് വാങ്ങിയാൽ തന്നെ കോമ്പൻസേഷൻ കിട്ടുന്നൊരു പ്രശ്നം അവർക്ക്
വലിയ പ്രശ്നത്തിലായിരുന്നു നേരത്തെ. പക്ഷേ ഈ രണ്ട് LDF സർക്കാരുകളിൽ കൊണ്ടുവന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ലാൻഡ് അക്വയർ ചെയ്താൽ അതിൻ്റെ പണം കിട്ടുമെന്നുള്ളതാണ്. അപ്പം അവിടുത്തെ മനുഷ്യരോട് സംസാരിക്കണം. അതൊരു ഇമോഷൻ്റെ പുറത്ത് എടുക്കേണ്ട തീരുമാനമല്ല, അത് ഹാർഡ് ഇക്കണോമിക് ഡിസിഷനാണ് സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സപ്ലൈകോയെ പോലെയുള്ള സ്ഥാപനങ്ങളെ എന്തുകൊണ്ട് അവർക്ക് വേറൊരു നിലയിലുള്ള നല്ലൊരു എൻ്റർപ്രൈസ് ആക്കി മാറ്റിക്കൂടാ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അമേരിക്കയിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ വാൾമാർട്ട് ഇറ്റ്സ് ബേസിക്കലി എ ഡിസ്കൗണ്ട് സ്റ്റോർ. അല്ലാതെ വലിയ സമ്പന്നം പോയി ഷോപ്പ് ചെയ്യുന്ന സ്ഥലമല്ല, ഡിസ്കൗണ്ട് സ്റ്റോറാണത്. അതുപോലെയുള്ളൊരു ഡിസ്കൗണ്ട് സ്റ്റോറാണ് സപ്ലൈകോ. അല്ലാതെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഔദാര്യം ആർക്കെങ്കിലും കൊടുക്കുന്നതല്ല. അതിനെ പ്രൊഫഷണലൈസ് ചെയ്യണം, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആക്കണം, ട്രാൻസ്പെറൻ്റ് ആക്കണം. അത് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ളതും പ്രൊഫഷണലുമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണം. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ഏത് ഓൺലൈൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എവരി 3 months there is a discount sale. അപ്പോഴാണ് നമ്മളിപ്പോഴും ഓണത്തിനും സംക്രാന്തിക്കും ഒരു ഇത് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു നിലയിൽ നിൽക്കുന്നത്. ആ സാധനം മുഴുവൻ ശരിക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് അതാണ് പ്രശ്നം എന്നറിയോ. ഇപ്പം നമ്മളിപ്പം നിലനിൽക്കുന്ന സപ്ലൈകോ വെച്ച് ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്രീ സതീശൻ പറഞ്ഞൊരു കാര്യം, 2800 കോടി രൂപ അവർക്ക് കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കാനുണ്ട്. ഈ പൈസയിൽ അധികം പൈസ നെല്ല് സംഭരണത്തിൻ്റെ പേരിലുള്ള പൈസയാണ് കേന്ദ്ര സർക്കാരിൻ്റെ. അതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 1600 ഈ 2800 കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കാനുണ്ട്. പക്ഷേ അതിൽ 1600 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തരാനുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 200 കൊടുത്ത് സംസ്ഥാന സർക്കാർ കൊടുക്കണം. ഇത്തരം സേതു നേരത്തെ പറഞ്ഞ ലെഗസി ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ ലെഗസി ഇഷ്യൂസ് ഉള്ള കമ്പനികൾ ടേൺ അറൗണ്ട് ചെയ്യുക എന്നുള്ളത് നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ അദ്ദേഹം ഇപ്പം ശ്രീ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അതിനൊരു പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സേതു പറഞ്ഞ പോലെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ എൻറ്റിറ്റിയെക്കുറിച്ച് ആലോചിക്കാം. അത് സപ്ലൈകോയെ പതുക്കെ കുറച്ചരിയും പയറൊക്കെ വിറ്റ് അതിൻ്റെ കൂടെ കള്ളും കൂടെ വിറ്റ് ടാക്സ് ഒഴിവാക്കിയെടുക്കുക, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് സ്റ്റോർ വേറെ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കേരള ഗവൺമെന്റിന് യു ക്യാൻ ഹാവ് എ ഡിസ്കൗണ്ട് സ്റ്റോർ ആസ് ഗുഡ് ആസ് വാൾമാർട്ട്. അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു സ്ഥാനത്തിലാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒരു സർക്കാർ റൺ ചെയ്യുന്നത് പോലെ നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ശ്രീ സതീശിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ അത് കേട്ടും എനിക്കറിയത്തില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരെ അങ്ങനെ നിൽക്കുന്നത്. സർക്കാർ പണം മുടക്കി കഴിഞ്ഞാൽ അത് 3-4 വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചു കിട്ടണം. അതെനിക്ക് തോന്നുന്നത് അത് ഏത് തരത്തിലുള്ള നെഹ്റുവിൻ എക്കണോമിക്സ് ആണ് എന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലായില്ല. കാരണം സർക്കാർ നടക്കുന്നത് ഒരു കോർപ്പറേറ്റ് പോലെ. ഇപ്പോൾ കേരളത്തിൽ ഞാനൊരിക്കൽ സിന്തൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിങ് ഡയറക്ടറോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ജേക്കബ് ഞങ്ങൾ 1 രൂപ ചിലവാക്കേണ്ടത് ഞങ്ങൾ 1 രൂപ ചിലവാക്കും, ഞങ്ങൾക്ക് 1 രൂപ 10 പൈസ കിട്ടണം. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ കോംപ്രമൈസ് ഇല്ല. 1 രൂപ ചിലവാക്കാനാണെങ്കിൽ അതെങ്ങനെ 40 പൈസക്ക് ചെയ്തെടുക്കുക എന്നുള്ളതല്ല. 1 രൂപ ചിലവാക്കണമെങ്കിൽ ഞങ്ങൾ 1 രൂപ ചിലവാക്കും, പക്ഷേ ഞങ്ങൾ റിട്ടേണിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയും. അതാണ് ഒരു പ്രൊഫഷണൽ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ എടുക്കാൻ വേണ്ടി പറ്റുമോ? എനിക്ക് നല്ല സംശയമുണ്ട്. അത് എടുക്കണം കേരളം പോലെ. അത് ചിലപ്പോൾ മേ ബി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ, കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ചിലപ്പം പറ്റുമായിരിക്കും. നമ്മളുടെ പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വെൽഫെയർ മെഷറുകളുടെ ആവശ്യം, കാരണം അങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ 5 ഗ്യാരണ്ടികൾ ശ്രീ സതീശൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള മനുഷ്യരുണ്ട്. അപ്പം പണം മുടക്കുന്ന അതേപടി സംസ്ഥാന സർക്കാരിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് എത്രത്തോളം വയബിളാണ്, അതിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് വയബിൾ ഞാനതിനോട് ഒരിക്കലും കണ്ണടയ്ക്കത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് വരെ കണ്ട രൂപമനുസരിച്ച് അത് അൺവർക്കബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇനിയിപ്പോൾ അത് നമുക്കറിയില്ല, പൊളിറ്റീഷ്യന്മാർക്ക് ചിലപ്പം ചില വിയേർഡ് ഐഡിയകൾ ഉണ്ടാവും. സംടൈം ഇറ്റ് ക്യാൻ വർക്ക്. അതുകൊണ്ട് ഇതിലിപ്പം ഇവര് ഈ ധവളപത്രത്തിൽ വന്നിട്ടുള്ള പ്രധാന ഒരു ആരോപണമല്ല, അവർ പറഞ്ഞ കേരളത്തിൻ്റെ സ്ട്രക്ചറൽ വീക്ക്നെസ്സിൻ്റെ ഒന്നായിട്ട് പറഞ്ഞത് ഈ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്, പിന്നെ സ്ഥിരം കൾപ്രിറ്റുകളായിട്ട് പറയുന്ന കേരള KSRTC, കേരള വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതിനെല്ലാം തന്നെ ഇതിൻ്റെ നടത്തിപ്പിലും ഇതിൻ്റെ ഓർഗനൈസേഷനിലും എല്ലാം തന്നെ വളരെ ഡ്രാസ്റ്റിക്കായ മാറ്റങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് ഒരു 40 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിരുന്ന ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന സാധനമാണ്. കാരണം ഇന്നത്തെ പവർ ഡിസ്ട്രിബ്യൂഷനും പവർ സാധനവും എല്ലാം തന്നെയും മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇപ്പം
ജനറേഷനേക്കാൾ കൂടുതൽ ഇപ്പം സോളാർ എനർജിയുടെ കാര്യത്തിൽ അവർ ഫേസ് ചെയ്യുന്ന സ്റ്റോറേജ് ഫെസിലിറ്റീസാണ്. അപ്പം അതിൻ്റെ മാൻഡേറ്റ്, അപ്പം ഇതനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറ്റാനും ആ നിലയിലുള്ളൊരു വിഷനോ അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു സജഷനോ ഈ പറയുന്ന ഇവരുടെ ഇതിലും ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു അത് ഇപ്പം നമ്മൾ ഈ ഒന്നാമത് ഇത് ഇത്ര സമയം എടുത്തുള്ളൂ, 10-15 ദിവസം കൊണ്ടാണ് ഭരിച്ചത്. പക്ഷേ ഇതിനെക്കുറിച്ച് അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത്, പത്രസമ്മേളനത്തിൽ നിയമസഭയിൽ പറഞ്ഞത്, ഞാൻ കേട്ടത്, ഞങ്ങളിതിനെക്കുറിച്ച് 2 വർഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ സർക്കാർ മാറി ഞങ്ങളുടെ സർക്കാർ വന്നു കഴിയുമ്പോൾ ഈ സർക്കാരിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അത് നമുക്കെങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് 2 വർഷമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ആളെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഹീ ഷോട്ട് ഓൺ ട്രൂത്ത്. അത് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC ഈ സാധനങ്ങളൊക്കെ പിന്നെ കൊള്ളാവുന്ന പോളിസിയുടെ അടിസ്ഥാനത്തിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഓപ്പറേഷണൽ റിക്വയർമെൻ്റ് എങ്കിലും മീറ്റ് ചെയ്യത്തക്ക വിധത്തിൽ മുമ്പോട്ട് പോകാവുന്നതാണ്. അതിൻ്റെ അകത്തൊക്കെ ഹ്യൂജ് ഇൻഎഫിഷ്യൻസീസ് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മാനേജ്മെൻറ്റ് ഇഷ്യൂസ് വളരെയുണ്ട്. ഇപ്പോൾ KSRTCയിൽ നമുക്ക് ഉറപ്പുണ്ട്, അതിൽ പണ്ട് നമുക്ക് തൊഴിലാളികളെ നമ്മൾ ചീത്ത പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതല്ല. തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളാണുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ 2ാം LDF സർക്കാരിൻ്റെ അവസാനമായപ്പോഴത്തേക്കും നമ്മളത് കണ്ടതാണ്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ്. അപ്പം കൊള്ളാവുന്ന മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് സർക്കാർ എടുക്കുക, അതിനെ റിവൈവ് ചെയ്യുക. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകാവസാനം വരെ കൊണ്ടു നടക്കണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. അതിൻ്റെ യൂട്ടിലിറ്റി കഴിഞ്ഞാൽ അതിന് ഇഫ് ഇറ്റ് ഡസൻ സെർവ് ദ പർപ്പസ്, സീരിയസ് ആയിട്ട് ആലോചിക്കണം. സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കണം. പക്ഷേ KSEBയും പിന്നെ KSRTCയും പോലെയുള്ള സാധനങ്ങൾ വിറ്റ് പണമുണ്ടാക്കാം എന്നാണ് സംസ്ഥാന സർക്കാർ. അത് വിൽക്കാനായിട്ട് ആരും മേടിക്കാനുണ്ടാവില്ല. അല്ല, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ ആളുണ്ട്. അതിന് യാതൊരു ക്ഷാമവുമില്ല. അതിന് കമ്പനികൾ കാത്തിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള നിയമങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. പലതരം കണ്ടീഷൻസ്. ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന കടം ശരിക്കും പറഞ്ഞാൽ 3%. ഇപ്പോൾ അടുത്ത 0.5 എടുക്കുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ കൊണ്ടുവരുന്ന റിഫോംസിനായിട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ ഭയങ്കരമായിട്ട് അത് പ്രൈവറ്റൈസേഷൻ വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ എന്താണ് പോളിസി ഡിസിഷൻ, സംസ്ഥാന സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻ? അപ്പം ഈ ധവളപത്രത്തിൽ നമ്മൾ അതിൻ്റെ രേഖകളില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് ഞാൻ കാണില്ല. എനിക്കൊന്ന് ബഡ്ജറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ, കാരണം ബഡ്ജറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി, ഒരു ലീഗൽ ഡോക്യുമെൻ്റ് കൂടിയാണ്. പിന്നെ ഇതിലാകപ്പാടെ ഒരു സൂചനയുള്ളത് എന്താണ്, ഈ പബ്ലിക് യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ സർവീസസ്, ഇതിൻ്റെ ഫീസ്, ഇതിനകത്തു നിന്നൊക്കെയുള്ള ഒരു വരുമാനം വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഇന്ന ഏരിയ എന്നുള്ളത് പറയുന്നില്ല. പക്ഷെ പൊതുവിൽ ബഡ്ജറ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെ നമ്മളൊരു പ്രീ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. അത് മാത്രമല്ല, പ്രീ ബഡ്ജറ്റ് എന്നുള്ളതല്ല, ശ്രീ സതീശൻ തന്നെ പറഞ്ഞതനുസരിച്ച് എന്തായിരുന്നു കഴിഞ്ഞ സർക്കാർ ബാക്കി വെച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു കൊള്ളാവുന്ന ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങളിത് മുൻപ് പറഞ്ഞ ആൾക്കാരെ ചീത്ത പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഉള്ളതല്ല. ഈ ഫാക്ട്സ് മനുഷ്യരുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാക്ട്സ് നമുക്കറിയാം. നമുക്ക് നമ്മുടെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാക്ട്സ് ആണെന്ന് ശ്രീ സതീശൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇപ്പം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് നേരെ ഘടകവിരുദ്ധമായ ഫാക്ടുകളാണ് ഇതിനകത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വി ഷുഡ് വെൽക്കം ഇറ്റ്. അതൊരു നല്ല ഒരു തുടക്കം തന്നെയായിട്ട് എനിക്ക് തോന്നി. ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ മനുഷ്യരോട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കേരളത്തിൽ ആരും 6 ലക്ഷം കോടി 7 ലക്ഷം കോടി രൂപ എന്ന് പറയില്ലല്ലോ. കേരളം കടത്തിൽ മുങ്ങിത്താഴാൻ വേണ്ടി പോകുന്നതാണെന്ന് പറയില്ലല്ലോ. കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറയില്ലല്ലോ. കേരളത്തിൽ പുനഃസംഘടിപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് ഈ ഡോക്യുമെൻ്റ് വെച്ച് കഴിയുമ്പോൾ ഇനി ആരും പറയില്ലല്ലോ. നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള 5 വർഷത്തേക്ക് ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്ന് പ്രവർത്തിക്കാൻ അതിനുള്ളതായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു എനിക്ക് തോന്നുന്നു UDF സർക്കാരിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റായിട്ട് LDF പോലും കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.